ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു റെയിൽവേ ട്രാക്കിനടുത്തായിട്ട് ഈ വേലിയെല്ലാം കെട്ടിയേക്കല്ലോ. അതിപ്പോ ഒരാൾ നിന്നിട്ട് കട്ട് ചെയ്തിങ്ങനെ എടുക്കാണ്. അതുമല്ല അവന്റെ കാറിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങള്, ഈ ഒരു സ്വർണം അതേപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നെടുത്ത ഇരുമ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കുറച്ച് ദൂരെ നിന്നും ഒരു പോലീസ് വണ്ടി ഇവിടേക്ക് വരുന്നു. ഇവൻ ആ ഒരു കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു പോലീസുകാരൻ വന്നിട്ട്, ഹേയ് മിസ്റ്റർ, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറാൻ കഴിയത്തില്ല, ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല സാർ, ഞാൻ കണ്ടില്ലായിരുന്നു, പിന്നെ ഗേറ്റ് തുറന്ന് ഞാൻ അകത്തേക്ക് പോകാനാണ് ശ്രമിച്ചത്, ഗേറ്റ് തുറന്നെടുക്കുമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഈ പാതിരാത്രി നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ഐ ഡി ഇങ്ങ് കാണിക്കേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ ഇവന്റെ ഐ ഡി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇവനായാലും അല്ല അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പതിയെ ഈ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് നടന്നു വന്ന് ഐ ഡി എടുത്ത് കാണിച്ച് പെട്ടെന്ന് അയാളെ ഇടിച്ചങ്ങ് താഴേക്കിടും. എന്നിട്ട് തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത ആ ഒരു വേലിയുടെ ഭാഗങ്ങളുണ്ടല്ലോ അതും കാറിലിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇവന്റെ പേരാണ് ലൂ ബ്ലൂം. ഇവനാണെങ്കിൽ അങ്ങനെ ജോലിയോ കാര്യങ്ങളൊന്നുമില്ല, അനാഥയായിട്ടുള്ള ഒരുത്തൻ ഈ ഒരു സിറ്റിയിൽ തന്റെ കാറും വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും മോഷ്ടിച്ച് വിറ്റ് അങ്ങനെയൊക്കെയാണ് അവൻ പണം സമ്പാദിക്കുന്നത്. അതിൽ നിന്നും വലിയ രീതിയിൽ വരുമാനമൊന്നും കിട്ടുന്നില്ല. എന്നിരുന്നാലും വേറെ ആരും ജോലി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കഴിയാണ്. അങ്ങനെ അവൻ എടുത്ത ആ ഒരു കാര്യങ്ങളെല്ലാം ഒരു സ്ക്രാപ്പ് എല്ലാം വിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ആളോട് വിറ്റ് എനിക്ക് ഇത്ര പണം വേണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, വാദിക്കാനൊന്നുമില്ല, ഒരു പണം ഞാനങ്ങ് തരും എന്ന് പറഞ്ഞിട്ട് ഓഫീസിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ഇവനായാലും പുറകെ ചെന്നിട്ട്, ഓക്കെ ഞാൻ എന്തായാലും മനസ്സ് മാറ്റി, അതുപോലെ എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്, ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടോ, എന്ത് ജോലിയായാലും മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇല്ല, ഇവിടെ ഒരു ജോലി നിനക്ക് തരാൻ കഴിയത്തില്ല, നിന്നെ പോലൊരു കള്ളനെ ഞാൻ എന്തായാലും ജോലിക്കെടുക്കത്തില്ല എന്നുള്ള രീതിയിൽ മുഖത്തടിച്ച് തന്നെ അവനോട് പറയാണ്. ഇപ്പൊ ആദ്യം കേട്ട അവൻ തിരിച്ചു പോവാണ്. അവന്റെ മുഖത്താണെങ്കിൽ ആ ഒരു നാണക്കേടോ വിഷമോ ഒന്നുമില്ല, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി അവന്റെ മുന്നിൽ ഇങ്ങനെ പോകുന്നു. അതുമല്ല പെട്ടെന്നൊരിടത്തേക്ക് കാർ കൊണ്ട് നിർത്തുമ്പോൾ ഈ ഒരു ബ്രിഡ്ജിന് മുകളിലായിട്ട് എന്തൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവനായാലും അവിടെ വണ്ടി നിർത്തി എന്താണെന്നറിയാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് മറ്റൊരു വാൻ ഇങ്ങനെ വരുന്നു. അതിൽ നിന്ന് ഒരുത്തൻ ക്യാമറയും എടുത്ത് നേരെ ഈ ഒരു ആക്സിഡന്റ് നടന്നല്ലോ അവിടേക്ക് ചെന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. അപ്പൊ ലൂ ആയാലും ഈ ഒരു കാര്യം ഒരുപാട് നേരം അവിടെ കണ്ടിട്ട് ഈ ഒരു ക്യാമറാമാൻ ഉണ്ടല്ലോ അയാൾ തിരിച്ചു വരുമ്പോൾ അയാളോട് ചോദിക്കും, അല്ല ഇത് നാളത്തെ വാർത്തയിലുണ്ടാവും? അതെ, നാളത്തെ മോർണിംഗ് വാർത്തയിൽ തന്നെ ഇതുണ്ടാവും. അപ്പോൾ ലൂ ചോദിക്കും, അല്ല ഏത് ചാനലിലാണ് വരാൻ പോകുന്നേ? അപ്പോൾ അയാൾ പറയും, ആരാണോ കൂടുതൽ പണം തരുന്നത് അവരുടെ ചാനലിൽ എന്നും പറഞ്ഞ് അയാൾ ചെന്ന് ആ ഒരു വാൻ തുറക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരുപാട് ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇയാളൊരു വീഡിയോഗ്രാഫറാണ്. അതുമല്ല ഇതുപോലെ ആക്സിഡന്റ് എല്ലാം നടക്കുമല്ലോ, അതേപോലെ തന്നെ കൊലപാതകം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നേരത്തെ തന്നെ ചെന്ന് അവിടെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് ചാനലുകാർക്ക് വിൽക്കും. അവരാണെങ്കിൽ അത്യാവശ്യം പണവും കൊടുക്കും. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഇയാൾ ചെയ്യുന്നത്. ഇത് പ്രത്യേക ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള, ഏത് ചാനലാണോ കൂടുതൽ പണം കൊടുക്കുന്നത് അവർക്ക് ഇവൻ വീഡിയോ കൊടുക്കും. അപ്പോഴേക്കും തന്നെ ലൂ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ലാന്ന് മുഖത്തടിച്ചതുപോലെ തന്നെ അയാൾ പറയുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു വാനിനകത്ത് ഏതോ ഒരു റേഡിയോ ഉണ്ട്, അതിനകത്ത് ഈ ഒരു പോലീസുകാര് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുമല്ലോ, ആ ഒരു കാര്യം ഇവന് കേൾക്കാൻ കഴിയും. വേറെ എവിടെയോ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്ന കാര്യം ഇവൻ കേൾക്കുന്നതും ആ ഒരു ക്യാമറമാനും അവന്റെ ഡ്രൈവറും പെട്ടെന്ന് തന്നെ വാനും എടുത്ത് അവിടേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ലൂ ആണെങ്കിലും അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവൻ രാവിലെ തന്നെ TV ഓൺ ചെയ്യുമ്പോഴത്തേക്കാണ് ആ TV-യിൽ ഇന്നലെ കണ്ട ആ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യം ന്യൂസ് ചാനലിൽ ഇങ്ങനെ കാണിക്കുന്നു, അതും പ്രധാന വാർത്തയായിട്ട്. അങ്ങനെ ഇത് കണ്ടിട്ട് ലൂവിനിപ്പോ എന്തോ ഒരു ഐഡിയ തോന്നുന്നതാണ്, വേറെ ആരും എന്തായാലും ജോലി തരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇത് തന്നെ ഒരു തൊഴിലാക്കിയാലോ എന്നുള്ള രീതിയിൽ ലൂ അടുത്ത ദിവസം ഒരു കടയിലേക്ക് ചെന്നിട്ട് ഒരു ക്യാമറ, അതേപോലെ തന്നെ പിന്നെ ഒരു പോലീസ് സ്കാനറും, എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോലീസുകാരെ സംസാരിക്കുന്നത് ഇവന് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കാനറാണ്. അപ്പൊ അത് വാങ്ങി വണ്ടിയിൽ വെച്ചിട്ട് ഈ കാറിൽ തന്നെ ക്യാമറയായിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ഡിവൈസിൽ ഇപ്പോ ഏതോ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ട്രീറ്റ് നമ്പരൊക്കെ പറയുന്നുണ്ട്, ആ ഒരു സ്ട്രീറ്റിൽ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്, സസ്പെക്റ്റ് ആയിട്ട് രണ്ടുപേരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോലീസുകാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇത് കേൾക്കുന്ന ലൂ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. കാറിൽ നിന്ന് ചാടി ഇറങ്ങി ക്യാമറ എടുത്ത് അത് ഓണാക്കി ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ പോലീസുകാർ ചോദിക്കും, ഹേയ് നീ ആരാണ്, എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഫ്രീലാൻസറായിട്ട് വീഡിയോ എടുക്കുകയാണ്, അല്ല ഇവിടെ എന്താ സംഭവിക്കുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഇവിടെ നിന്ന് നിൽക്കാൻ കഴിയത്തില്ല, പോടാന്ന് പറയുമ്പോൾ ലൂ പറയും, ഇല്ല എനിക്കിതിന് അനുവാദമുണ്ട്, ഞാനൊരു വീഡിയോഗ്രാഫറാണ്. എന്തിന്റെ? സോറി അതെനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ലൂ ആയാലും അവിടെ നിന്നും ഓക്കെ സാറെന്നും പറഞ്ഞിട്ട് കാറിൽ കയറി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു സ്ത്രീയെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന പോലീസുകാരൻ പറയും, നീ എന്താ ചെയ്യുന്നേ, ഇവിടെ നിന്ന് പോയിക്കൊല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ലൂ ആയാലും വേറെ വഴിയില്ലാതെ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റേഡിയോയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത്
എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അങ്ങനെ തന്റെ വണ്ടി എടുത്തിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ വേറെ ഒരുത്തൻ നേരത്തെ തന്നെ അവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ലൂ ആയാലും തന്റെ ചെറിയ ക്യാമറയെ കൊണ്ട് അവിടേക്ക് ചെന്നിട്ട് കാര്യം എന്താണെന്ന് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും അടുത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ലല്ലോ. അയാൾക്കാണെങ്കിൽ അത്രയും വലിയ ക്യാമറ ഉള്ളത് കൊണ്ടും അടുത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ല. ഇപ്പോൾ ലൂവിന്റെ കയ്യിൽ ചെറിയ ക്യാമറ ഉള്ളത് കൊണ്ട് അവൻ നേരെ അതും എടുത്ത് ആ അപകടം പറ്റി കിടക്കുന്ന ആ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അയാളുടെ കഴുത്തിലേക്ക് ആരോ ഷൂട്ട് ചെയ്യുക എന്തോ ചെയ്തു. അതാണെങ്കിൽ ഇവൻ നല്ലതുപോലെ തന്നെ അടുത്ത് നിന്ന് വീഡിയോ പിടിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പോലീസുകാർ അവനെ പറഞ്ഞു വിടുന്നതും ആ മറ്റൊരു വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ അയാളെയും ഈ ഒരു പോലീസുകാർ തട്ടിയും കൂടും. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നിട്ട് ലൂവിനോട് പറയും, നീ കാരണമാണ് ഇപ്പോൾ ഞങ്ങളെ പറഞ്ഞു വിട്ടത് എന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ അയാളിപ്പോ ഏതോ ഒരു ചാനലിനെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതിന്റെ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. $500 എന്നാലേ ഞാൻ വീഡിയോ തരാമെന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല 400. ഓക്കെ ശരി 400 400 എന്നും പറഞ്ഞ് അയാൾ നടന്നു പോകുമ്പോൾ ലൂ ആണെങ്കിൽ ഇതെല്ലാം പുറകെ കേട്ടുകൊണ്ടിങ്ങനെ വരികയാണ്. അപ്പൊ അയാൾ ചോദിക്കും, അല്ല നീ എന്തിനാ എന്റെ പുറകെ വരുന്നേ എന്നും പറഞ്ഞിട്ട് അയാൾ വണ്ടി എടുത്തിട്ട് പോകുന്നതും ഇപ്പോൾ ലൂ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ന്യൂസ് ചാനൽ കമ്പനി ഉണ്ട് അവിടേക്ക് ചെല്ലും. അങ്ങനെ അതിനകത്തേക്ക് കയറി ചെന്ന ഒരു ലേഡിയോട് പറയും, എന്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഇതിപ്പോ എവിടെ കൊടുക്കേണ്ടേ? അപ്പോൾ അവർ പറയും ശരി അകത്താണ് എഡിറ്റിംഗ് റൂം, അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞ് ലൂവിനെ അകത്തേക്ക് പറഞ്ഞുവിടാണ്. അവൻ നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ നീന എന്ന് പറഞ്ഞൊരു ലേഡിയെ കാണും. അവരാണെങ്കിൽ ഈ ഒരു എഡിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ഈ ഒരു കമ്പനിയിലെ ചീഫ് എഡിറ്ററോ അങ്ങനെ എന്തോ ആണ് അവര്. ലൂവിനെ കാണുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാണോ വീഡിയോ എടുത്തുകൊണ്ട് വന്നേ? അപ്പോൾ അവൻ പറയും ഇല്ലില്ല അത് ഞാനല്ല, എന്റെ കയ്യിൽ അല്ലാതൊരു വീഡിയോ ഫൂട്ടേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഓക്കെ അതാണെങ്കിൽ വെളിയിലാണ്, അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൂവിനെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരിപ്പോ പെട്ടെന്ന് അല്ല നിങ്ങളുടെ കയ്യിൽ എന്ത് തരം വീഡിയോ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ലൂ ഇതുപോലെ ഇവിടെ അടുത്തായിട്ടൊരു ഷൂട്ട് ഔട്ട് നടന്നിരുന്നു, അതിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കും, അല്ല നീയാണോ ഫസ്റ്റ് എടുത്തത്? അതെ ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഓക്കെ നമുക്കൊന്ന് നോക്കാമെന്നും പറഞ്ഞ് ആ ഒരു വീഡിയോ ഇപ്പോൾ ഒരു പ്ലേ ചെയ്ത് നോക്കാണ്. അപ്പോഴേക്കും ഇവൻ ആ ഒരു മെമ്മറിയിൽ ഒരുപാട് വീഡിയോ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവൻ കാറിന്റെ മുന്നിൽ നിന്ന് കാണിക്കുന്ന കോപ്രായങ്ങള് ഇതെല്ലാം. അപ്പോൾ അവൻ പറയും ഇതല്ല കുറച്ചുകൂടി പോട്ടെ എന്നും പറഞ്ഞ് ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് ഇതാണെന്ന് പറയുമ്പോൾ ഇവനായാലും ക്യാമറ അവരുടെ അടുത്തേക്ക് കൊണ്ട് ചെന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു കഴുത്തിൽ നിന്ന് രക്തം പോകുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ലതുപോലെ കിട്ടി. അപ്പൊ ആ ഒരു എഡിറ്റർ നീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതൊക്കെ നമുക്ക് കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീന പറയും അതിനെന്താ കുഴപ്പം, ഇതൊക്കെ നമുക്ക് കാണിക്കാം, ഒരു വാണിംഗ് മുന്നേ തന്നെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണിക്കാൻ കഴിയും, അതുകൊണ്ട് എന്തായാലും ഇത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എന്തായാലും ലൂവിന്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങാണ്. എന്നിട്ട് ലൂവിനോട് ഇപ്പോൾ ലൂവിനോട് ചോദിക്കും എത്രയാണ് പ്രതീക്ഷിക്കുന്നത് ചോദിക്കുമ്പോൾ അവൻ ആദ്യം തന്നെ $1000 അങ്ങ് പറയാണ്. അപ്പോൾ നീന പറയും അത്രയൊന്നുമില്ല, ഇതിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, ഇതിനൊരു $250 അങ്ങ് തരും എന്ന് പറയുമ്പോൾ ലൂ ആണെങ്കിലും ഓക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വെളിയിലേക്ക് വന്ന് അവർ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൈറ്റില് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അപ്പം തന്നെ റെഡിയാക്കുകയാണ്. എന്നിട്ട് വെളിയിലേക്ക് വന്ന് നമ്മുടെ ലൂവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെക്ക് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് പറയും ഓക്കെ കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡിവൈസ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി വെച്ചേക്ക്, എന്നിട്ട് ഈ ഒരു വീഡിയോ പിടിക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം നല്ലതുപോലെ ഒന്ന് പഠിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് കൊണ്ടുവന്നാൽ അത്യാവശ്യം പണം കിട്ടുമെന്ന് പറയുമ്പോൾ ലൂ ആണെങ്കിലും ഓക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് ഓക്കെ ഏത് തരത്തിലുള്ള ന്യൂസുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം ലൂവിനോട് പറയും. ഇതുപോലെ മോഷണ കേസ്, ആക്സിഡന്റ് കേസ്, കൊലപാതകം, ഇരകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെല്ലാം നിനക്ക് പണം കിട്ടും. അതേപോലെ തന്നെ തീപിടുത്തം, ബസ്, വിമാനം, ട്രെയിന് ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പണം കിട്ടുന്ന ന്യൂസുകളാണ്. ലൂ ആണെങ്കിലും ഓക്കെ ഞാൻ അതുപോലെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ അവൻ ആ ഒരു TV ഇങ്ങനെ ഓണാക്കി നോക്കുകയാണ്. അങ്ങനെ ഓരോ ചാനലായിട്ട് നോക്കി നോക്കി ഇവരുടെ ചാനലെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതില് അവൻ കൊടുത്ത ആ ഒരു വീഡിയോയുടെ ന്യൂസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു കാർ ജാക്കിംഗ് ക്രൈമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആ ഒരു ന്യൂസ് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അവന്റെ വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെ അവൻ അത്രയും സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് തന്നെ അവൻ തീരുമാനം എടുത്തിട്ട് ഇപ്പോ കമ്പ്യൂട്ടറിൽ ഈ ഒരു പോലീസ് കോഡുകളുണ്ട്. ഈ ഒരു സിറ്റിയിൽ പലയിടങ്ങളിലുള്ള പോലീസ് കോഡുകളായിട്ട് അവൻ മനസ്സിലാക്കി പല പോലീസുകാരും പറയുന്ന കാര്യങ്ങൾ ഇവര് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഓരോ പ്രദേശത്തെ പറ്റിയുള്ള കോഡുകള്, കാര്യങ്ങള്, ഇവർ പറയുന്ന ആ ഒരു രീതി ഇതെല്ലാം നല്ലതുപോലെ തന്നെ സ്റ്റഡി ചെയ്യും. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് ഒരു കോഫി ഷോപ്പിലേക്ക് ചെന്നിട്ട് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ ജോലിക്ക് വിളിക്കുകയാണ്. അപ്പൊ ഇവൻ എന്തായാലും നമുക്ക് റിക്ക് എന്ന് വിളിക്കാം. അപ്പൊ റിക്ക് ആയാലും നേരെ ലൂവിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ പേരാണ് റിക്ക്, ഞാൻ ഒരു ജോലി അന്വേഷിക്കുമായിരുന്നെന്ന് പറയുമ്പോൾ ലൂ ചോദിക്കും ശരി നിന്നെപ്പറ്റി പറയാൻ പറയുമ്പോൾ അവനായാലും എന്നെപ്പറ്റി എന്തു പറയാനാണ്, ഒരു ജോലിക്ക് പോകുമ്പോഴത്തേക്കും നീ ഇന്റർവ്യൂവിന് എന്തൊക്കെയാ പറയുന്നത് അത് തന്നെ പറയാൻ പറയുമ്പോൾ റിക്കിന് അതൊന്നും അറിയത്തില്ല. അവൻ അവന്റെ പേര് എനിക്ക് ജോലി വേണം എന്നെല്ലാം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ലൂ ചോദിക്കും ഓക്കെ അതൊക്കെ പോട്ടെ, നിന്റെ കയ്യിൽ ഫോണുണ്ടോ? ആ ഉണ്ട്. അതിൽ GPS ഉണ്ടോ? അതേ ഉണ്ട്. ഓക്കെ നിന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നു. നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കതിനെ വീടൊന്നുമില്ല, ഇതിനു മുന്നേ എവിടെ ജോലി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവൻ പ്രത്യേകം ഒരു സ്ഥലത്തായിട്ട് നിന്നിട്ടില്ല, ഒരാഴ്ച എവിടെയെങ്കിലും നിന്നാലായി.
അപ്പോൾ ലൂ പറയും ശരി, ഇതൊരു ഇന്റേൺഷിപ്പായിട്ട് മാത്രം എടുത്താൽ മതി, കുറച്ച് ദിവസം നിന്നിട്ട് ഞാൻ നിനക്ക് ജോലിയിൽ സ്ഥിരമാക്കണമെന്നുണ്ടെങ്കിൽ ആക്കാന്ന് പറയുമ്പോൾ റിക്ക് പറയും സോറി, എനിക്ക് പണം ആവശ്യമാണ്, ഇതിനെനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ലൂ ആയാലും ഓക്കെ, ഒരു നൈറ്റ് നിൽക്കുന്നതിന് $35 തരാം എന്ന് പറയുമ്പോൾ റിക്ക് ആയാലും അതിന് സമ്മതിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വൈകുന്നേരം മുതൽ തന്നെ ഈ ഒരു കാറിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും പ്രശ്നം നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാണ്. ഇപ്പോൾ റിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാറിലിരുന്നിട്ട് നമ്മുടെ ലൂവിന് ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ പോലീസുകാരുടെ കോഡ് ഭാഷ പഠിച്ചിട്ട് അവരെന്താണ് പറയുന്നതെന്നും പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിരുന്നിപ്പോ അവസാനം ഒരു സ്ഥലത്ത് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോ ബാ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് റിക്കിനെ വിളിച്ച് കാറിലിരുത്തി നല്ല വേഗതയിൽ പോകുന്നുണ്ട്. റിക്കാണെങ്കിൽ നല്ല പേടി, കാരണം നല്ല വേഗതയിലാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, വേറെ ആരെങ്കിലും വരുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തണമല്ലോ. അതുമല്ല ലൂ ആണെങ്കിൽ റിക്കിനോട് പറയും ഹേ റിക്ക്, കറക്റ്റായിട്ട് നോക്കി പറഞ്ഞാന്ന് പറയുമ്പോൾ ഇവനായാലും ഓക്കെ 2 ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇടത്തേക്ക് തിരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് റിക്ക് പറയുന്നത് സോറി നമ്മളിപ്പോ 5 ബ്ലോക്ക് മുന്നിലായി പോയി, പുറകോട്ട് പോകണമെന്ന് പറയുമ്പോൾ ലൂവിന് അത്രയും ദേഷ്യമായി. ലൂ ആണെങ്കിൽ പെട്ടെന്ന് വണ്ടി തിരിച്ചിട്ട് ഇവർ ആ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടേക്ക് ആൾറെഡി തന്നെ പോലീസും ആംബുലൻസും അതേപോലെ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ അയാളും വന്ന് വീഡിയോ എടുത്തു. ആക്സിഡന്റ് പറ്റിയ ആളെ അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്തു. ലൂ വരുമ്പോ തന്നെ അവനോട് പറയുന്നുണ്ട് നീ ഒരുപാട് ലേറ്റ് ആയി പോയി, പിന്നെ നല്ല ക്യാമറയാണ് കേട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോ ലൂ ആണെങ്കിൽ റിക്കിനോട് നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് വണ്ടിയിൽ കയറി ഇപ്പോ റിക്കിനോട് പറയും നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലണം, ഇതാണ് ചെയ്യേണ്ടത്, അത് നീ കറക്റ്റായിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിയുന്നതും ഇവര് നേരെ അവിടേക്ക് പോവാണ്. അപ്പോ കുറച്ച് നേരത്തെ തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. എത്തുമ്പോഴത്തേക്കും ഒരു വീടിനകത്ത് എന്തോ ഷൂട്ടൗട്ട് നടന്നിട്ടുണ്ട്. അവിടേക്ക് ഇവൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ ഈ ഒരു സാധാ ക്യാമറ കാണുമ്പോഴത്തേക്കും ഇവൻ ആരുടെ ഇവിടെ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ആദ്യം ഒരു മൊട്ടയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ദേഷ്യം നോക്കുന്നതും ക്യാമറയും കൊണ്ട് ഒരു ലേഡിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് TV ന്യൂസ് ആണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും വെടിവെപ്പായിരുന്നു, ഞാൻ പോലീസുകാരോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇത് അവനാണെന്ന്. അപ്പോൾ ലൂ പറയും സോറി മേഡം, നിങ്ങൾ ഒരു തവണ കൂടി ഒന്ന് പറയാൻ പറയുമ്പോൾ ഇതെന്താന്ന് സിനിമ ഷൂട്ടിംഗ് വല്ലോണോ, എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല എന്ന് അവര് പറയുന്നതും ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമല്ലോ, വീടിനകത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ആ വീട്ടുകാരാണെങ്കിലും വെളിയിൽ നിന്നിട്ട് പോലീസിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലൂ ആയാലും കുറച്ചു നേരം അവിടെ കറങ്ങി നിന്നിട്ട് പാതിയെ ഒരു വീടിന്റെ മുൻവശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഡോറ് തുറന്നു കിടക്കുന്നു. അവിടെയാണെങ്കിൽ പോലീസുകാരില്ല. ഇവനായാലും പതിയെ അകത്തേക്ക് കയറിയിട്ട് ആ വീടിനകത്തുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അതുമല്ല ആ ഒരു ഫ്രിഡ്ജില് ബുള്ളറ്റ് കൊണ്ടതിന്റെ പാടൊക്കെ ഉണ്ട്. അതിനടുത്തായിട്ട് ഈ ഒരു ഫാമിലി ഫോട്ടോസും ഉണ്ട്. അത് താഴെ നിന്നും മുകളിലേക്ക് എടുത്തു വെച്ച് അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഈ ഒരു ജനാല വഴി ആ വീട്ടുകാരെയും അതേപോലെ തന്നെ പോലീസുകാരനെയും ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അതേപോലെ ആ ഒരു വീട്ടുകാരുടെ അഡ്രസ് ഉണ്ട്, അതും വീഡിയോ എടുത്തിട്ടാണ് വരുന്നത്. ഇത് കൊണ്ടുവന്ന് നീനയ്ക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് അതിശയം. അവർ ചോദിക്കുന്നുണ്ട് പോലീസ് ഇല്ലാതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ ഒരു സമയത്ത് ഞാൻ അകത്തേക്ക് കയറി ചെന്നിട്ട് ഇതെല്ലാം എടുത്തതെന്ന് പറയുമ്പോൾ ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു ന്യൂസ് കിട്ടിയിട്ടുള്ളത് ഇവർക്ക് മാത്രമാണ്. അപ്പൊ ആ ഒരു എഡിറ്റർ പറയുന്നുണ്ട് ഏയ് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല എന്ന് പറയുമ്പോൾ നീന അത് സമ്മതിക്കത്തില്ല. നീന ഇപ്പോ ലൂവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് നാളത്തെ ന്യൂസ് ആക്കി ഇടാൻ പറഞ്ഞ് അതിന് ഹെഡിങ്ങും പറഞ്ഞു കൊടുത്തിട്ട് ലൂവിനോട് നീനെ സംസാരിക്കും. അല്ല ഇത്രയും പെട്ടെന്ന് നീ ഇതെല്ലാം എങ്ങനെ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ കുറച്ച് നാള് ഓൺലൈനിൽ നല്ലതുപോലെ നോക്കിയിരുന്നു, അങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചത്. അതുപോലെ ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത് എന്ന് പറയുമ്പോൾ നീനയ്ക്കായാലും അത് കേട്ടിട്ട് ഇംപ്രസ് തോന്നുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ലൂ എന്താ ചെയ്യുന്ന വെച്ചാല് ഓരോ ദിവസവും അവൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവനിപ്പോ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയല്ലോ, അതുകൊണ്ട് തന്നെ റിക്കിനെയും വെച്ച് ആ സിറ്റിയിലുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലെ എന്തെങ്കിലും ആക്സിഡന്റ് ക്രൈം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് ചെന്ന് അതെല്ലാം വീഡിയോ ആയിട്ട് എടുത്ത് നേരെ ഒരു ന്യൂസ് ചാനലിൽ കൊണ്ട് കൊടുത്ത് ഇപ്പോൾ അവസാനം കാണിക്കുമ്പോൾ അവൻ നല്ല വില കൂടിയ ഒരു കാർ തന്നെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പെട്രോൾ അടിക്കുകയാണ്. അപ്പോൾ റിക്കാണ് ഈ ഒരു പെട്രോൾ അടിക്കുന്നത്. അടിച്ചിട്ട് അവൻ നേരെ കാറിനകത്തേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കും ലൂ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു കാറിന്റെ പുറകിലേക്ക് ചെന്ന് നോക്കിയിട്ട് റിക്കിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് ദേ ഇത്രയും വില കൂടിയ കാറ് നീ ആ ഒരു ടാങ്കിൽ നിന്നും ട്യൂബ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു സ്ക്രാച്ച് വീണാണ്ടോ, പെയിന്റ് ഇളകി, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്, സംഭവിച്ചു കഴിഞ്ഞാല് നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നവരെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ കാശ് കിട്ടി, അത് കൂടുതലായപ്പോഴത്തേക്കും ഒരു മനുഷ്യന്റെ സ്വഭാവം മാറിയത് കണ്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടുത്തൊരു ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ കാർ ആക്സിഡന്റ് ആയത് കണ്ടിട്ട് ഒരാൾ പോലീസിനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമേ ആളുകൾ ആക്സിഡന്റോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കൂ. ഇപ്പൊ അവിടെയൊക്കെ നോക്കണം, അവര് പോലീസ് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലൂ ഓടി അവിടേക്ക് ചെന്ന് അയാളോട് ചോദിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പോലീസിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്.
ഈ ക്യാമറയും കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് കാരണം അയാൾ പെട്ടെന്ന് ഈ ക്യാമറ എന്നെ മുഖത്ത് നിന്ന് മാറ്റാൻ കഴിയോ, എത്ര നേരമായി ഇതിനെ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലൂവിനോട് ദേഷ്യപ്പെടുമ്പോ ലൂ ഇപ്പോ പോലീസോടെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് നടന്ന ആ ഒരു കാറിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാണ് കാണിക്കുമ്പോ എന്നിരുന്നാലും അവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൻ ഒരിടത്തേക്ക് മാറി നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ആക്സിഡന്റ് പറ്റിയ ആള് കാറിൽ നിന്ന് കുറച്ച് വെളിയിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അയാളെ നല്ലതുപോലെ കാണാൻ കഴിയാത്തത് കൊണ്ട് ലൂ നേരെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ വലിച്ച് കാറിന്റെ മുന്നിലേക്കിടും. അപ്പൊ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ അതിൽ അയാളെ കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അത് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു വീഡിയോ എടുത്ത് നീനയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അവർക്കിപ്പോൾ പല രീതിയിലുള്ള ന്യൂസ് ഡെയിലി കിട്ടുന്നുണ്ട്. അവരുടെ ചാനലിൽ നല്ല റീച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീനയ്ക്കും അത്രയും സന്തോഷം. ഇപ്പോൾ ലൂ ആണെങ്കിലും നീനയുടെ അടുത്തിരുന്ന് സംസാരിച്ച് അവൻ പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഒരു ഡേറ്റിന് വരുന്നത് ചോദിക്കുമ്പോൾ നീന പറയും ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ജോലിക്കാരുമായിട്ട് ഒരിക്കലും ഡേറ്റ് ചെയ്യാറില്ല, രണ്ടാമത് നിന്നേക്കാൾ പ്രായം കൂടുതലാണെന്ന് പറയുമ്പോൾ എനിക്ക് പ്രായമുള്ള സ്ത്രീകളെ ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലൂ നല്ലതുപോലെ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവരതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം ലൂ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാമറാമാനോട് ലൂ ജോലി ചോദിച്ചിരുന്നല്ലോ, അയാൾ ഇപ്പോൾ ലൂവിനെ കണ്ടിട്ട് അവന്റെ പേര് ജോ എന്നാണ്. ഇപ്പോൾ ലൂവിനോട് വന്ന് സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ലൂ ആണ് ഇപ്പോൾ പലയിടങ്ങളിലും ചെന്നിട്ട് ഈ ഒരു ന്യൂസ് എല്ലാം അല്ലെങ്കിൽ അവിടെയുള്ള വീഡിയോസ് എല്ലാം വേഗത്തിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം അങ്ങനെ വീഡിയോസ് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ലൂവിനോടൊപ്പം ഒരു പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ ലൂവിനോട് സംസാരിക്കുമ്പോൾ ലൂ പറയും സോറി എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ജോ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരുപാട് പോലീസുകാരെ അറിയാം, അവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പലയിടങ്ങളിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ കഴിയും, പല ആക്സിഡന്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ലൂ പറയും സോറി എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് വരുമ്പോൾ അപ്പോഴും ജോ പറയുന്നുണ്ട് നിനക്ക് എപ്പോഴെങ്കിലും മനസ്സ് മാറുകയാണെങ്കിൽ നീ പറഞ്ഞാൽ മതി. എന്നിരുന്നാലും നമ്മുടെ ലൂ കേൾക്കുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ലൂവിന് ആവശ്യം പോലെ പണം കിട്ടുന്നുണ്ട്. അതൊരാൾക്ക് ഷെയർ ചെയ്യണമെന്ന് വരുമ്പോഴത്തേക്കും അവൻ ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. വേറൊന്നുമല്ല, ജോ എന്ന് പറഞ്ഞവനാണെങ്കിൽ 14 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. എന്നിട്ട് അവന് മറ്റൊരു വാൻ പോലും വാങ്ങിക്കാനായിട്ടുള്ള പണം ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷെ ലൂ ആണെങ്കിലോ ഇത്രയും പെട്ടെന്ന് ഇത് സമ്പാദിക്കുമ്പോൾ അവനും അതിൻ്റെതായിട്ടുള്ള ഒരു അസൂയ ഉണ്ടാവും. ഒരുത്തൻ അവിടെ പണം ഇല്ലാത്തതിന്റെ അസൂയ, മറ്റൊരുത്തനാണെങ്കിലോ പണം കിട്ടിയതിന്റെ അഹങ്കാരവും. അത് കഴിഞ്ഞിട്ട് ലൂ ആണെങ്കിലും നീനയായിട്ട് ആ ഒരു ഡേറ്റിങ്ങില് ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കാണ് ലൂവിന്റെ ആഗ്രഹം എന്താണെന്ന് പറയുന്നത് അവൻ ഇതുപോലെ ചെറിയൊരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇത് വെച്ചിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു. അതുമല്ല, നമ്മുടെ നീന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ ഈ ഒരു ന്യൂസ് ചാനലിനെ ഇവൻ ഈ ഒരു വീഡിയോ കൊണ്ട് കൊടുക്കുന്നത്. അതെല്ലാം പറയുമ്പോൾ തന്നെ നീന പറയുന്നുണ്ട് ഓക്കെ നീ ആ ഒരു കാര്യങ്ങളെല്ലാം നല്ലതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, നിനക്കൊരു പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നല്ലതുപോലെ പഠിക്കാൻ കഴിയും എന്നല്ല ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ വീണ്ടും അടുത്തൊരു വീഡിയോ ചിത്രീകരിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന റിക്കിനെ ഇതുവരെയും ശമ്പളം ഉയർത്തി കൊടുത്തിട്ടില്ല. അവൻ ആ ഒരു $35 തന്നെയാണ്. അതുമല്ല അവൻ ഇപ്പോഴും ഒരു ഗ്യാരേജിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഇവര് അടുത്തൊരു വീഡിയോ എടുക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലുമ്പോഴത്തേക്കാണ് ജോ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോഗ്രാഫർ നേരത്തെ തന്നെ അവിടെ വന്നിരുന്നു. അവനിപ്പോ വീഡിയോ എല്ലാം എടുത്ത് ചിത്രീകരിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെയുള്ള പോലീസുകാരാണെങ്കിൽ ലൂവിനകത്തേക്ക് കയറ്റി വിടുന്നില്ല. കാരണം ഇവൻ അറിയാവുന്ന പോലീസുകാരാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മുടെ ലൂവിനെ കളിയാക്കിയിട്ട് പറയാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ എനിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോഗ്രാഫർ ലൂവിനെ കളിയാക്കി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇത്തവണ ലൂവിന് കിട്ടുന്ന ഇവിടെയുള്ള ചെറിയ വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടത്തില്ല, അത് കൊണ്ടുവന്ന് നീനയ്ക്ക് കൊടുക്കുമ്പോൾ നീനയ്ക്ക് അത്രയും ദേഷ്യം. ഇത്രയും നാള് നല്ല റേറ്റിംഗിൽ നിന്ന ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല, നീ എന്താ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ലൂവിനെ നല്ലതുപോലെ വഴക്ക് പറയും. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ലൂവിന് അത്രയും ദേഷ്യം വന്ന് അവൻ റൂമിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള കണ്ണാടി വരെ ഇടിച്ചങ്ങ് തകർക്കാണ്. എന്നിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ജോ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു വാനിനടിയിൽ നിന്നും ലൂ ഇങ്ങനെ പതി ഇറങ്ങി വരുന്നു. അതിനടിയിൽ ഏറിയിട്ട് എന്തോ ഒരു കാര്യം അവൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ബ്രേക്ക് ഊരി വിട്ടതായിരിക്കാം, അറിയത്തില്ല. ഇപ്പൊ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരുത്തനെ കൊല്ലാൻ വരെ ഈ ഒരു ക്യാരക്ടർ ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി റിക്കിനെ വിളിച്ചിട്ട് ലൂ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്, എവിടെ ആക്സിഡന്റ് നടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ റിക്കായാലും ഓക്കെ എന്നെല്ലാം പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെല്ലുന്ന സമയത്താണ് ഒരു പാർക്കിനടുത്തായിട്ട് ഒരു വാൻ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കാണ് റിക്ക് പറയുന്നത് ഹേയ് ഇത് ജോ അല്ലേ ആ ഒരു ക്യാമറമാൻ എന്ന് പറയുന്നതും ലൂ ആണെങ്കിൽ പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് ഓക്കെ ക്യാമറ എടുത്ത് നീയും എന്റെ പുറകെ തന്നെ വാ എന്നും പറഞ്ഞിട്ട് അവിടേക്ക് ചെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് റിക്ക് പുറകെ വന്നിട്ട് പറയുന്നുണ്ട് ഹേയ് ഇത് നമ്മുടെ സഹപ്രവർത്തകനല്ലേ, ഇതൊക്കെ ചിത്രീകരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ലൂവിന് അതൊന്നും വലിയ കാര്യമല്ല. അവനൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ജോയിയുടെ അടുത്തേക്ക് ചെന്ന് അത് വീഡിയോ എടുക്കുന്നതും ഇപ്പൊ ജോയിനെ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ അവൻ ലൂവിനെ നോക്കുന്നുണ്ട്, ഇതെന്ത് മനുഷ്യനാണെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾ തന്നെ പറ ലൂ കാണിക്കുന്നത് നല്ലതാണോ ഇല്ലയെന്ന്. അങ്ങനെ ആ ഒരു കാര്യം ഇവർക്ക് കൊണ്ട് ഏൽപ്പിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോലീസിൽ നിന്നും അടുത്തൊരു കാര്യം കേൾക്കാണ്. ഏതോ ഒരു വീട്ടില്
ഇതുപോലെ വെടിവെച്ച് കേട്ടെന്നും പറഞ്ഞ് അയൽക്കാർ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഇത് കേൾക്കുന്നതും ലൂ പെട്ടെന്ന് തന്നെ കാറും എടുത്ത് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്താണെന്ന് വെച്ചാൽ അവിടെ പോലീസ് പോലും വന്നിട്ടില്ല. അതിന് മുന്നെയാണ് ഇവർ ആ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ലൂ ആയാലും പെട്ടെന്ന് റിക്കിനോട് പറയും, റിക്ക് എന്താ ചെയ്യണമെന്നറിയാലോ, കാർ പാർക്ക് ചെയ്തിട്ട് നീ അവിടെ തന്നെ ഇരിക്കും, പോലീസ് വരുമ്പോ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ക്യാമറ എടുത്ത് നേരെ അകത്തേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ വീടിനകത്ത് വീണ്ടും ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കാണുന്ന ലൂ ആയാലും പെട്ടെന്ന് ചെടികൾക്കിടയിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. ആ ഒരു സമയത്ത് അകത്തേക്ക് പോയ രണ്ടുപേരും പെട്ടെന്ന് ഓടി വെളിയിലേക്ക് വന്ന് അവരുടെ കാറിൽ കയറി കാറും എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യവും നമ്മുടെ ലൂ ഇപ്പൊ ആ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ പോയതിനു ശേഷം ഇവൻ പതി ആ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലും. നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു തോക്ക് കിടപ്പുണ്ട്. ആ ഒരു തോക്ക് ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പതി അകത്തേക്ക് ചെല്ലുമ്പോൾ വെളിയിൽ സോഫയിൽ ഒരു സ്ത്രീയെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നല്ലതുപോലെ വീഡിയോ എടുക്കും. അത് കഴിഞ്ഞ് അടുത്തൊരു റൂമിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊരാള്. പിന്നീട് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ചെന്നിട്ട് മുകളിലുള്ള ഒരു റൂമിൽ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ആ ഒരു വീടിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ റിക്കാണെങ്കിലോ എന്തോ ഒരു ശബ്ദം കേട്ട് ഓടി അകത്തേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് തന്നെ ലൂ ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് റിക്കിനോട് പറയും, നീ എത്ര പെട്ടെന്ന് അകത്തേക്ക് വന്ന എന്തിനാ, നിന്നെ ജോലിക്ക് നിർത്തിയേക്കുന്നത് എന്തിനാ, എനിക്ക് സിഗ്നൽ തരാല്ലേ, നീ അകത്തേക്ക് വന്നു കഴിഞ്ഞാല് ഓക്കെ വാ പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കാറിൽ കയറി പോലീസ് വരുന്നതിന് മുന്നേ തന്നെ അവരവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ റിക്കിൻ്റെതൊന്നും കണ്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാൽ അവനൊന്നും മിണ്ടത്തില്ല. അത് കഴിഞ്ഞ് ഇവർ കാർ കുറച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ലൂ ഇപ്പോൾ വെളിയിലേക്ക് വന്ന് അവന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇവൻ ചിത്രീകരിച്ച ആ ഒരു വീഡിയോയില് ഈ രണ്ട് കൊലയാളികളുണ്ടല്ലോ അവര് പോകുന്ന ആ ഒരു ഭാഗം വരെ കട്ട് ചെയ്തെടുത്ത് മാറ്റി ബാക്കിയുള്ള വീഡിയോ മാത്രമാണ് മെമ്മറി കാർഡിൽ കയറ്റുന്നത്. എന്നിട്ട് ഇതും കൊണ്ട് നേരെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് ചെന്ന് നമ്മുടെ നീനയ്ക്ക് ഇങ്ങനെ കൈമാറും. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത് കണ്ടതിന് ശേഷം എന്തായാലും ഞാൻ വിലപേശാൻ പോവാണ്. ഹാർഡ് ഡിസ്ക് ഇവരയിൽ കൊടുക്കുന്നതും അവർ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണുമ്പോഴത്തേക്കും ഒരു അപകടം നടന്ന് കുറച്ചു നേരം പോലും ആയിട്ടില്ല. അതുപോലെ പോലീസ് പോലും അവിടേക്ക് വന്നിട്ടില്ല. അതിനു മുന്നേ തന്നെ ആ ഒരു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇവർക്ക് ആ ഒരു എഡിറ്റർ ലേഡിക്കും പിന്നെ അവിടെ നിൽക്കുന്ന വേറൊരുത്തൻ ഇവർക്ക് രണ്ടുപേർക്കും അത് കണ്ടിട്ടൊന്നും കഴിയുന്നില്ല. പക്ഷേ നീനയാണെങ്കിലോ അവളുടെ ചാനലിൽ എങ്ങനെയെങ്കിലും റീച്ച് ആവണം. ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരെ കൊന്നാലും ഒരു പ്രശ്നമില്ല, അവൾക്ക് ന്യൂസ് കിട്ടണം. അതാണ് ഈ ഒരു ചാനലുകാരുടെ കുഴപ്പം. എന്തെങ്കിലും കിട്ടിയാൽ മതി. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ അറിയാലോ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങള് എന്തുമാത്രം ന്യൂസുകളാണ് ഭയങ്കര സീരിയസ് ആയിട്ട് ഓരോ ദിവസവും വരുന്നത്. പക്ഷേ അടുത്ത ദിവസം മറ്റൊരു ന്യൂസിൽ പഴയ ന്യൂസ് എന്തായാലും ഇല്ല ബാഷ്പായി പോകുന്നത് പോലെ, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരം ഇല്ലാത്തതുപോലെയാണ്. അപ്പോൾ ചീഫ് എഡിറ്ററെ പെട്ടെന്ന് വിളിച്ചിട്ട് അവർക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ല പോലീസ് വരുന്നതിന് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് നമുക്ക് ഓക്കെ അതിനെന്തെങ്കിലും ഒരു കഥ നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും ഇത് ലീഗലായിട്ട് നമുക്ക് നാളത്തെ ന്യൂസിൽ തന്നെ ഇടാൻ കഴിയുമെന്നും പറഞ്ഞിട്ട് നീന ഇപ്പോൾ നേരെ ചെന്ന് ലൂവിനോട് ഓക്കെ നിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ $15,000 ചോദിക്കും. അപ്പോൾ നീന അതിന് സമ്മതിക്കത്തില്ല. അവള് പറയും $5,000. അപ്പോൾ ലൂ 30,000, 7,000, 25,000 അങ്ങനെ പറഞ്ഞു അവസാനം 10,000 ഇവർ അവസാനിപ്പിക്കും. അതുമല്ലാതെ ലൂ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഇനിയും വീഡിയോ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കമ്പനിയിലെ ഡയറക്ടർ, ഓണർ ഇവരെല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്തണം. കാരണം എനിക്കിതൊരു കമ്പനിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ തരാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നീനയായാലും അവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ ലൂവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം അവനിപ്പോ സ്വന്തമായിട്ടൊരു വീഡിയോ റെക്കോർഡിംഗ് കമ്പനി തന്നെ തുടങ്ങാൻ പോകുന്നു. അതിപ്പോ ആര് മരിച്ചിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടോ അതൊന്നും അറിയണ്ട, അത് വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ അന്ന് രാത്രി തന്നെ ഇവർ ആ ഒരു ന്യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യം റെക്കോർഡ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു അവതാരകനും അവതാരികയുണ്ടല്ലോ അവര് രണ്ടുപേരും ഈ ഒരു ന്യൂസിനെ പറ്റിയുള്ള കാര്യങ്ങള് ഞങ്ങൾക്കാണ് ഈ ഒരു വീഡിയോ നേരത്തെ തന്നെ കിട്ടിയത്, അത് എക്സ്ക്ലൂസീവായിട്ട്, പക്ഷെ അതെല്ലാം ഞങ്ങൾ ബ്ലർ ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു ന്യൂസിൽ ആ ഒരു വീട്ടിൽ നടന്ന കാര്യങ്ങള് ഇങ്ങനെ പറയാണ്. 2 കൊള്ളക്കാര് വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറി വീട്ടിലുള്ള 3 പേരെ കൊല ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ആണെങ്കിലും ചിലയിടങ്ങളിൽ ബ്ലർ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുമ്പോഴത്തേക്കും ചാനലിലുള്ള ഒരുപാട് പേർക്കും അത് പെട്ടെന്ന് കണ്ടിരിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷെ നീനയും ലൂ ആണെങ്കിലോ അത് നല്ല ആസ്വദിച്ച് തന്നെ ഇരുന്ന് കാണുന്നു. അതുമല്ല ഇപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ ഇതൊരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നുള്ള ഒരാളാണ് എടുത്തത് എന്നുള്ള രീതിയിൽ നമ്മുടെ ലൂ അവരോട് പറയാൻ പറയും. അതുപോലെ തന്നെ അവർ ആ ഒരു ചാനലിൽ ഈ ഒരു ന്യൂസിലൂടെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ന്യൂസ് തന്നെ തന്റെ വീട്ടിലിരുന്നിട്ട് ടിവിയിലൂടെ കണ്ടോണ്ടിരിക്കുമ്പോൾ വെളിയിലാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൻ വന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് 2 ഡിറ്റക്റ്റീവ്സ് ആണ്. ഇവനാണ് ആ ഒരു വീഡിയോ എടുത്തെന്ന് അറിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അകത്തേക്ക് കയറി വന്ന് അല്ല നിങ്ങളാണ് ആ ഒരു വീഡിയോ ചിത്രീകരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ്, ഞാൻ ഇതുപോലെ ഒരു കമ്പനിയാണ് നടത്തുന്നത്, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് അല്ല പോലീസ് വരുന്നതിന് മുന്നേ നീ എങ്ങനെ അവിടെ എത്തിയത്? ഇല്ല ഞാനും എന്റെ സുഹൃത്തും ആ വഴിക്ക് പോയപ്പോൾ ഇതുപോലെ അവിടെ അലാറ ശബ്ദം കേട്ടിരുന്നു. അപ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് ചെന്നെന്ന് പറയുമ്പോൾ അതൊരു ക്രൈം സീനാണ്,
അവിടെ അങ്ങനെ ഒരു ക്രൈം നടന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അകത്തേക്ക് പോയത്. അല്ല പിന്നെ എങ്ങനെയാ നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ചേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇതുപോലെ ഞാൻ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ ഞാൻ അത് ന്യൂസ് ചാനലിന് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതെല്ലാം വീഡിയോ എടുത്തത് എന്നുള്ള കാര്യം ഇവരോട് കള്ളം പറയുമ്പോഴത്തേക്കും ഇവർ ചോദിക്കും, ഓക്കെ ശരി, ആ ഒരു കൊലയാളികളെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് രണ്ടുപേർ വെളിയിലേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു. അത് ഒരു കറുത്ത SUV, അതിലാണ് അവർ പോയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവരുടെ മുഖം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയും. അപ്പോൾ നമുക്കല്ലേ അറിയത്തുള്ളൂ അവന്റെ കയ്യിൽ ആ ഒരു ഫുൾ വീഡിയോ ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ കോപ്പി ഇവർ ചോദിക്കുമ്പോൾ അവൻ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു കോപ്പി മാത്രം ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലൂ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ രണ്ട് കൊലയാളികളുണ്ടല്ലോ അവരുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കും. അതേപോലെ തന്നെ അവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് ആരുടെ പേരിലാണ് എടുത്തത്, അവരുടെ അഡ്രസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ അതെല്ലാം എടുത്ത് അന്നത്തെ രാത്രി തന്നെ റിക്കിനെയും കൂട്ടി ഇപ്പൊ അവിടേക്ക് പോകുമ്പോ തന്നെ റിക്കിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു വലിയ കാര്യം ചെയ്യാൻ പോവാണ്, നീ എന്റെ കൂടെ തന്നെ നിൽക്കണം. നിനക്കറിയാം ആ ഒരാളുകളെ ആരാണ് കൊന്നതെന്ന്, നമ്മൾ അവരെ കാണുകയും ചെയ്തു. അവന്റെ അഡ്രസ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ അവിടേക്കാണ് പോകുന്നത്. അതുകൊണ്ടൊരു വലിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു കൊലയാളിയെ തേടി പോകാൻ പോകുന്നു. അപ്പോൾ റിക്ക് ചോദിക്കും, അല്ല നീ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? അവനോടൊപ്പം വിലവേശാൻ പോവാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കലുമില്ല, അവിടെ ചെന്ന് അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവൻ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിച്ചു കഴിഞ്ഞ് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് നീ എന്നോടൊപ്പം വരേണ്ടത്, റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ റിക്ക് പറയും ഓക്കെ ശരി ഞാൻ വരാമെന്ന് പറയുമ്പോൾ ലൂ ചോദിക്കും, ഓക്കെ നിനക്കിപ്പോ ശമ്പളം എത്ര വേണമെങ്കിലും കൂട്ടി ചോദിക്കാം, കാരണം ഇത് കഴിഞ്ഞിട്ട് നിന്റെ ലെവല് കുറച്ചുകൂടി ഉയരാൻ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റിക്ക് അങ്ങനെ ആലോചിക്കുകയാണ്. ഇവന് $35 ഇപ്പൊ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറെ ഡോളർ ചോദിക്കുമെന്ന് വിചാരിക്കുമ്പോൾ മണ്ടൻ ഒരു $75 കൂട്ടി ചോദിക്കും. അപ്പോൾ ലൂ പറയും ഓക്കെ ഡീൽ ഇവിടെ കഴിഞ്ഞു, അത് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാർ എടുത്തോണ്ട് പോവാണ്. എന്നിട്ട് ആ ഒരു കൊലയാളിയുടെ വീട് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യും. എന്നിട്ട് അവൻ അകത്തുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരാൾ അകത്തുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ റിക്ക് കുറച്ചു നേരം ആലോചിച്ചിട്ട് ഓക്കെ ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപക്ഷെ അവൻ നമ്മളിവിടെ വെളിയിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളെയും കൊല്ലാൻ ശ്രമിക്കും. അതുകൊണ്ട് നേരത്തെ ഞാൻ പണം കൂട്ടി ചോദിച്ചില്ലേ, അത് മാറ്റി എനിക്കിതിന്റെ പകുതി ഷെയർ വേണം എന്നങ്ങ് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൂവിന് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. റിക്ക് പറയും ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും അതിന്റെ പകുതി 50-50, അതിനാണെങ്കിലും ഞാൻ സമ്മതിക്കാം, ഇല്ലാന്നുണ്ടെങ്കിലും ഞാൻ പോകുമെന്ന് പറയുമ്പോൾ ലൂവും വേറെ വഴിയില്ലാതെ ഓക്കെ അതിന് ഞാൻ സമ്മതിച്ചു എന്ന് പറയും. അപ്പോൾ റിക്കിനായാലും ഇപ്പോൾ ഓക്കെ ആയിട്ട് രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ഒരാള് വെളിയിലേക്ക് വന്ന് തന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവാണ്. അപ്പൊ ഇവരായാലും പതിയെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇതിന്റെ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ ഒരുത്തനുണ്ടല്ലോ അവനെ കൂടി ഇപ്പൊ വിളിക്കും. ഇവരായാലും പുറകെ തന്നെ പോയിട്ട് ഫോളോ ചെയ്ത് ഇങ്ങനെ നിൽക്കാണ്. അവരങ്ങനെ പെട്രോളെല്ലാം അടിച്ചു കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അത് കഴിഞ്ഞൊരു റെസ്റ്റോറന്റിനകത്തേക്ക് കയറും. അപ്പോഴേക്കാണ് ലൂ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരവിടെ ഇരുന്ന് കോഫി എല്ലാം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഓക്കെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണ്, അതിനു മുന്നേ നീ ക്യാമറ എടുത്ത് ആ ഒരു റെസ്റ്റോറന്റ് മറ്റൊരു വശത്തേക്ക് ചെന്നിട്ട് ഷൂട്ട് ചെയ്യണം, ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യും, 2 ആംഗിളിൽ നിന്ന് നമുക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ റിക്കിനായാലും അത്രയും പേടി. അപ്പോൾ ലൂ പറയും നിനക്ക് തോനെ പണം വേണോ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറയുമ്പോൾ റിക്കായാലും പേടിച്ച് ക്യാമറയും കൊണ്ട് അതിന്റെ മറ്റൊരു വശത്ത് പോയി നിന്ന് അവരറിയാതെ തന്നെ അത് വീഡിയോ എടുക്കുകയാണ്. ലൂ ആണെങ്കിൽ ഇവിടെ നിന്നും കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവിടേക്ക് പോലീസ് വരുന്നു. ഒരു വണ്ടി വന്ന് പതിയെ അവിടെ ഒരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തിട്ട് ആ 2 പോലീസുകാരെ അകത്തേക്ക് കയറി ഇങ്ങനെ നിൽക്കും. അപ്പൊ ആ 2 കൊലയാളികളും അത് വലിയ കാര്യമാകത്തില്ല. റിക്കായാലും ഇവിടെ പേടിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ലൂ ആണെങ്കിലോ ക്യാമറ എടുത്ത് അങ്ങനെ നോക്കുമ്പോൾ അവരുടെ 2 പേരുടെയും കയ്യിൽ തോക്കിരിപ്പുണ്ട്. അപ്പോൾ സാധാരണ ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു അപകടം നടക്കാൻ പോകുമ്പോൾ നേരത്തെ തന്നെ പോലീസിനോട് കാര്യവും പറഞ്ഞ് അവിടെ വേറെ ആർക്കും അപകടം സംഭവിക്കാതെ നോക്കുക, ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. പക്ഷേ പണത്തിനു വേണ്ടി അതെല്ലാം ചിത്രീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ മനസ്സ് സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ കുറെ കൂടി കഴിയുമ്പോൾ ഒരു പോലീസ് വണ്ടിയും കൂടി അവിടേക്ക് വന്നിട്ട് 2 പോലീസുകാരും കൂടി പതിയെ അകത്തേക്ക് നടന്ന് ചെല്ലുന്നതും ഈ ഒരു കൊലയാളികൾക്ക് കാര്യം മനസ്സിലായി. അവരാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് ഈ പോലീസുകാരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതും പോലീസുകാരെ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരാൾ മരണപ്പെടും. രണ്ടാമത്തെ ആളാണെങ്കിലോ അവിടെയുള്ള ഗ്ലാസ് എല്ലാം തകർത്ത് വെളിയിലേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് ഓടി കാറിലേക്ക് കയറാൻ വരുമ്പോൾ അവനും ബുള്ളറ്റ് കൊള്ളുന്നുണ്ട്. എന്നിരുന്നാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു പോലീസുകാർ പുറകെ തന്നെ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ലൂ റിക്കിനെ വിളിച്ചിട്ട് ഹേയ് പെട്ടെന്ന് വണ്ടിയിൽ കയറുന്നു പറഞ്ഞ് ഇവരും പുറകെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ റിക്ക് പറയും പതിയെ പോകാൻ പറയുമ്പോൾ ലൂ കേൾക്കുന്നില്ല, പുറകെ തന്നെ പോവാണ്. എന്നിട്ട് ഇത് മൊത്തം കിട്ടണം, വൈഡ് ആംഗിൾ ഷോട്ടിൽ എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം പോകുമ്പോഴത്തേക്കും ഈ ഒരുപാട് വണ്ടികൾ ട്രാഫിക് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പോലീസ് വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഒരിടത്തേക്ക് കിടക്കും. എന്നിരുന്നാലും ഇവര് പുറകെ തന്നെ പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെല്ലുമ്പോൾ അടുത്തൊരു പോലീസ് വണ്ടി ഈ ഒരു വണ്ടിയിലേക്ക് കൊണ്ടിടിച്ചിട്ട് 2ഉം കൂടി ആക്സിഡന്റ് ആയിട്ട് അവിടെ കിടക്കുമ്പോൾ ഇവരുടെ വണ്ടി ജസ്റ്റ് മിസ് ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ കുറെ മുന്നിലേക്ക് കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞ് നമ്മുടെ ലൂ പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന കൊലയാളി ഉണ്ടല്ലോ അവന്റെ ആ ഒരു കാറിന് മുന്നിലേക്ക് വന്ന് അങ്ങനെ നോക്കിയിട്ടാണ്
റിക്കിനോട് പറയുന്നത് റിക്ക് ക്യാമറയും കൊണ്ടുവാ, അവൻ മരിച്ചു. ഇത് റെക്കോർഡ് ചെയ്യാൻ പറയുമ്പോൾ റിക്കായാലും പതിയെ ക്യാമറയും കൊണ്ട് ഈ ഒരു വണ്ടിക്ക് മുന്നിലേക്ക് വരും. റിക്ക് നോക്കുമ്പോ വേറെ ഒന്നുമല്ല, ആ ഒരു കൊലയാളി മരിച്ചിട്ടില്ലായിരുന്നു. അവൻ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ച് റിക്കിനെ അങ്ങ് ഷൂട്ട് ചെയ്തു പോലും. റിക്ക് നേരെ താഴേക്കൊന്ന് വീഴുന്നതും ലൂ അവിടെ ഒളിച്ചു നിന്നിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ കുറച്ചു കഴിയുമ്പോ തന്നെ ആ ഒരു കൊലയാളിയുടെ അടുത്തേക്ക് പോലീസുകാർ വന്നിട്ട് ഇപ്പൊ ആ ഒരു കൊലയാളിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അവന് മരിച്ചു വീഴുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഇവ ഒളിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പതിയെ റിക്കിനടുത്തേക്ക് വരും. എന്നിട്ട് റിക്ക് മരിക്കാറായിട്ട് കിടക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതും അവൻ വീടെടുക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് പോലും നോക്കണം. അപ്പോൾ റിക്കായാലും അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ, ഞാൻ പണം കൂടുതൽ ചോദിച്ചേനെ എന്ന് പറയുമ്പോൾ റിക്ക് പറയും, അതെ, നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ റിക്ക് പറയും, നീ ഒരു ഭ്രാന്തനാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ലൂ പറയും, അങ്ങനെ തന്നെ ചെയ്യാൻ പാടുണ്ടായിരുന്നു, നീ ഒരിക്കലും അതുപോലെ എന്നോട് ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നതും റിക്ക് അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലൂ ആണെങ്കിലോ ഈ ഒരു വീഡിയോ നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് കൊടുക്കാണ്. അവനാണെങ്കിൽ അത്രയും സന്തോഷം, കൂടെയുള്ളവരുത്തെ മരിച്ചെന്നുള്ള ആ ഒരു വിഷമം പോലും അവന്റെ മനസ്സിലില്ല. അവൻ നേരെ അകത്തേക്ക് വന്ന് നീനയുടെ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ പ്ലേ ചെയ്ത് കാണുമ്പോൾ നീനയ്ക്കും മനസ്സിലായി റിക്ക് മരിച്ചെന്ന്. പക്ഷെ ആ ഒരു വിഷമം നിനക്കില്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നതും നീനയ്ക്കും ഇപ്പൊ അതിൽ വലിയ വിഷമമൊന്നുമില്ല. ഹീറോ ചെയ്ത കാര്യം കണ്ടിട്ട് അവള് സന്തോഷിക്കുകയാണ്. കാരണം അവളുടെ ചാനൽ എന്തായാലും റീച്ച് ആവാൻ പോകുന്നു. ആര് മരിച്ചാൽ എന്താ, ഇനിയിപ്പോ സ്വന്തം കുടുംബം മരിച്ചാലും ഇവരത് വീഡിയോ എടുക്കും. ആ ഒരു രീതിയിലാണ് ഇവരുടെ സ്വഭാവം തന്നെയുള്ളത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് പോലീസുകാർ ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നീനയ്ക്കാണെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരാള് വീഡിയോ എടുത്ത് ഇവർക്ക് വിറ്റ് കഴിഞ്ഞാല് അത് കോടതിയുടെ അനുവാദമില്ലാതെ വേറെ ആർക്കും എടുക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ പോലീസുകാർ കോടതിയിൽ പോകാൻ നിന്നാലും ഇവർ 5 മിനിറ്റിന് മുന്നേ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുത്ത ആളോട് ചോദിക്കുക, അവൻ തരുവാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു വീഡിയോ തരാമെന്ന് പറയുമ്പോൾ റിക്കിനെ വിളിച്ച ആ ഒരു ഡിറ്റക്റ്റീവ് ഇപ്പോൾ നേരെ ചെന്ന് ഒരു റൂമിലിരുന്നിട്ട്, ഓക്കെ, ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഈ ഒരു കൊലയാളിയെ നിങ്ങൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഈ ഒരു കൊലയാളിയെ കിട്ടിയേ, നിങ്ങൾ പറയുന്നത് കള്ളമല്ലേ, നിങ്ങൾ ആ ഒരു കൊലയാളിയെ കണ്ടു എന്നെല്ലാം പറയുമ്പോൾ ലൂ പറയും, ഇല്ല മേഡം, ഒരിക്കലും അങ്ങനെയല്ല, ഞാനും എന്റെ സുഹൃത്ത് റിക്കും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരാണ് ഞങ്ങളെ ഫോളോ ചെയ്തത്. കാരണം ഈ ഒരു വീഡിയോ എടുത്തത് ഞാനാണെന്ന് അവരെങ്ങനെയോ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞങ്ങളും ഈ ഒരു കാര്യം പോലീസിനെ അറിയിക്കുന്നതും പോലീസ് ഇവരെ ചീസാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ പുറകെ പോയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത്. ഇതാണ് സംഭവിച്ചെന്ന് പറയുമ്പോൾ ആ ഒരു ഡിറ്റക്റ്റീവ് പറയും, ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് പറയട്ടെ, നീ ആ ഒരു വീട്ടിലെ കൊലപാതകം നടന്നു, ഇവരെ കാണുകയും ചെയ്തു, അതെല്ലാം നീ ഷൂട്ട് ചെയ്തു, എന്നിട്ട് അതൊരിക്കലും ഞങ്ങളെ കാണിച്ചില്ല. അത് കഴിഞ്ഞ് നിന്റെ സുഹൃത്തിനെയും കൊണ്ട് പണത്തിനു വേണ്ടി ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി നീ പ്ലാൻ ചെയ്ത ആ ഒരു കൊലയാളികളെ പോലീസിന് കാട്ടിക്കൊടുത്ത് അത് നീ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചു. കൂടാതെ നിന്റെ സുഹൃത്ത് മരിക്കുന്നതും നീ വീഡിയോ ചിത്രീകരിച്ചു. ഇതല്ലേ സത്യം എന്ന് പറയുമ്പോൾ റിക്ക് പറയും, ഹേ ഇല്ല മേഡം, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, എന്റെ സുഹൃത്ത് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലേ അവനെങ്കിലും പറഞ്ഞു തന്നേനെ എന്നെല്ലാം പച്ചക്കള്ളം പറയാണ് അവൻ. അങ്ങനെ ആ ഒരു ഡിറ്റക്റ്റീവാല് ദേഷ്യം കാരണം അവർക്കറിയാം ഇവൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തതെന്ന്. ഇപ്പൊ വേറെ തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവരായാലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പൊ ലൂ ആയാലും പെട്ടെന്ന് ഒരൊറ്റ ഉളുപ്പ് പോലും ഇല്ലാതെ, അങ്ങനെയല്ലാതെ വേറെ ഒന്നും പറയല്ല, ഒരു ഉളുപ്പും ഇല്ലാതെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് കണ്ണാടിയിലിട്ട്, സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ നിങ്ങൾ ഇവിടെയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ തന്നെ കേൾക്കണം, ദേഷ്യം വരും. വേറെ ഒന്നുമല്ല, ഇതൊരു എന്തോ ഹീറോ ആയിട്ടാണ് അവർ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്, ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഈ ഒരു മൂവി എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും കേൾക്കുന്ന നമുക്ക് ദേഷ്യം വരും. എന്നിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നതും ഇപ്പോ അടുത്തുള്ള പോലീസ് വണ്ടിയിലെ മറ്റേതോ സ്ഥലത്ത് അടുത്തൊരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇത് കേട്ട് അവൻ നേരെ അവിടേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇവൻ ഒരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിലെ ഒരു 3 പേരെ ജോലിക്കെടുക്കുകയും ചെയ്തു. 2 വാന് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയും, ഓക്കെ, ഞാനാണ് നിങ്ങളുടെ ബോസ്, ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ പറയുന്നതല്ലാതെ വേറെ ഒന്നും നിങ്ങൾ 3 പേര് ചെയ്യരുത്, ഇതിനോക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരായാലും ഓക്കെ ആണെന്ന് പറയുന്നതും ഇവർ ആ ഒരു 2 വാനും എടുത്ത് ഇപ്പൊ ആ ഒരു സിറ്റിയിലെ 2 വശങ്ങളിലേക്ക് പോവാണ്. കാരണം ഇവിടെ ഇനി വേറൊരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനി ഇല്ല ഇവനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ലൂ ആയിരിക്കും ഇനി ആ ഒരു സിറ്റി മുഴുവനായിട്ടും ഭരിക്കാൻ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇവൻ മനഃപൂർവ്വം തന്നെ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്യും ന്യൂസിന് വേണ്ടി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി പറ, ഇവൻ ഹീറോ ആണോ അതോ വില്ലനാണോ? ഈ ഒരു ചോദ്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ ഇവനാണ് ഈ ഒരു മൂവിയിലെ ഹീറോ അല്ലെങ്കിൽ വില്ലൻ എന്ന് ഞാൻ ഒരിക്കലും പറയാഞ്ഞത്. അത് നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.